ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ SNDPയെ കുറിച്ചാണ് പഠിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം എന്നാണ്? 1903 മെയ് 15. അപ്പം SNDP സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1903 മെയ് 15. മലയാള മാസം 1078, ഇടവം 12. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ്. SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ടു യോഗം. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചപ്പം നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? SNDPയുടെ മുൻഗാമിയായി അറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ടു യോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ്? അത് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1898. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ചോദിച്ചാൽ എന്നാണ്? 1898. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? അത് ശ്രീനാരായണ ഗുരു ആണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. ആരാണ് SNDPയുടെ ആദ്യ സെക്രട്ടറി? കുമാരനാശാൻ. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ പൽപ്പു. അപ്പോൾ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ, ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, ആദ്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കുവാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുവിനെ SNDP സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. SNDPയുടെ മുഖപത്രത്തിൻ്റെ പേര് ആദ്യം അത് വിവേകോദയമായിരുന്നു. ഇപ്പോഴത്തെ മുഖപത്രം എന്ന് ചോദിച്ചാൽ അത് യോഗാനാഥമാണ് കേട്ടോ. അപ്പോൾ വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപനാണ് M. ഗോവിന്ദൻ. വിവേകോദയത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? M. ഗോവിന്ദൻ. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം എന്താണ്? അത് യോഗാനാഥമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥവും ആദ്യ മുഖപത്രം എന്താണ്? അത് വിവേകോദയമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജാനനന്ദിനിയും കേരള കൗമുദിയും. ശ്രീനാരായണ ഗുരുവിൻ്റെ സാമൂഹിക പരിഷ്കരണ സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ SNDP യോഗത്തോടൊപ്പം സേവനമനുഷ്ഠിച്ച പത്രങ്ങളാണ് സുജനനന്ദിനിയും കേരള കൗമുദിയും. അപ്പോൾ ഇത്രയാണ് SNDPയെ കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ലെവലിൽ പഠിക്കേണ്ട പോയിൻറ്റ്സ്. ഓക്കെ, അടുത്തത് സാധുജന പരിപാലന സംഘത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. എന്താണ് സാധുജന പരിപാലന സംഘം? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അപ്പോൾ സാധുജന പരിപാലന സംഘം ആരുമായി ബന്ധപ്പെട്ടതാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷമാണ് 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടനയാണ് SNDP. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കാൻ പ്രചോദനമായ സംഘടന ഏതാണ്? അത് SNDP ആണ്. സാധുജന പരിപാലനത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? സാധുജന പരിപാലിനി. 1913 മുതലാണ് സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ അത് ചങ്ങനാശ്ശേരിയിൽ സുദർശന പ്രസ്സിൽ നിന്നുമാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? അത് ചങ്ങനാശ്ശേരിയിൽ സുദർശന പ്രസ്സിൽ നിന്നും 1913 മുതലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്ററായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം 1938. അപ്പോൾ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയത് എന്നു മുതലാണ്? 1938 മുതലാണ്.
സാധുജന പരിപാലന സംഘത്തെക്കുറിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റിൽ പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെക്കുറിച്ച് പഠിക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS. ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. PRDSൻ്റെ രക്ഷാധികാരിയായി അറിയപ്പെടുന്നത് കുമാരഗുരുദേവനാണ്. അല്ലേ, നമ്മൾ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രക്ഷാധികാരി ആരാണ്? അത് കുമാരഗുരുദേവനാണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം എന്താണ്? അത് ആദിയാർ ദീപമാണ്. ആദിയാർ ദീപം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ് കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതിനു ശേഷം യോഹന്നാൻ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൊയ്കയിൽ അപ്പച്ചൻ, കുമാരഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാരഗുരുദേവനാണ്. നമ്മൾ പഠിച്ചതാണ് അദ്ദേഹത്തെ പറ്റി. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം. അടുത്തതാണ് സമത്വ സമാജം. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണകാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം സമത്വ സമാജമാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? അത് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജമാണ്. അപ്പോൾ സമത്വ സമാജം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വർഷം ഏതാ? 1836. അപ്പോൾ സമത്വ സമാജത്തിൻ്റെ വർഷം 1836. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് SNDPയെ കുറിച്ചും അതുപോലെ തന്നെ സമത്വ സമാജം, സാധുജന പരിപാലന സംഘം, പ്രത്യക്ഷ രക്ഷാസഭ ഇവയെക്കുറിച്ചൊക്കെയാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഭാഗത്തു നിന്നെല്ലാം നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ബാക്കി നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം ഈ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക, കേട്ട് പഠിക്കുക കേട്ടോ. ആരും കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ കേട്ട് പഠിച്ചാൽ മതി. പലതവണ കേട്ട് കഴിയുമ്പം അത് നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഓർമ്മയെങ്കിലും വരും, ഇന്ന ഭാഗത്ത് ഇത് ഞാൻ കേട്ടതാണല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റു പ്രസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.